US-ഇറാൻ സീസ് ഫയർ പൊളിയുമോ? പാകിസ്ഥാന്റെ ബിഗ് മിസ്റ്റേക്ക് പുറത്ത്. US-ഇറാൻ സീസ് ഫയർ ലോകം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിയൊരു വമ്പൻ നീക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സീസ് ഫയർ തന്നെ തകരാൻ പോകുന്ന അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് നോക്കാം. 2026 ഏപ്രിലിൽ പാകിസ്ഥാൻ ബ്രോക്കർ ചെയ്ത ഈ സീസ് ഫയർ ഇപ്പോൾ വലിയ കൺഫ്യൂഷന്റെ മധ്യത്തിലേക്ക് വീണിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണമെന്താണെന്നാൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ ലെബനോനിൽ 250-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ചോദ്യമുയരുന്നത് വളരെ സിമ്പിളാണ്. സീസ് ഫയർ ഉണ്ടെങ്കിൽ ഈ ആക്രമണങ്ങൾ എങ്ങനെ നടക്കുന്നു? ഇതിന്റെ ഉത്തരം തന്നെയാണ് ഈ മുഴുവൻ വിഷയത്തിന്റെയും ഹൃദയം. ഈ സീസ് ഫയർ ഡീൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് സീസ് ഫയർ എല്ലായിടത്തും ബാധകമാണെന്നാണ്. അതായത് ഇറാനും ലെബനോനും ഒരുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ അതേസമയം US-ഉം ഇസ്രായേലും കംപ്ലീറ്റ്ലി വേറൊരു വേർഷനാണ് പറഞ്ഞത്. അവരുടെ അഭിപ്രായത്തിൽ ഈ സീസ് ഫയർ ലെബനോൻ ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ നിന്നാണ് വലിയ കൺഫ്യൂഷൻ തുടങ്ങുന്നത്. ഇറാൻ വിശ്വസിച്ചത് ലെബനോൻ ഉൾപ്പെടുന്ന ഒരു ബ്രോഡർ സീസ് ഫയർ ആണിതെന്നാണ്. അതിനാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ സീസ് ഫയർ വയലേഷനാണെന്ന് അവർ കരുതുന്നു. പക്ഷേ US-ഉം ഇസ്രായേലും പറയുന്നത് അവർ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നാണ്. കാരണം അവരുടെ വേർഷനിൽ ലെബനോൻ ഈ ഡീലിന്റെ ഭാഗമല്ല. ഇതാണ് ഈ ക്രൈസിസിനെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നത്. ഡിപ്ലോമസിയിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് പീസ് ഉണ്ടാക്കില്ല, മറിച്ച് കോൺഫ്ലിക്റ്റ് കൂടുതൽ വലുതാക്കും. ഇപ്പോൾ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്? ഇസ്രായേൽ ശക്തമായ എയർ സ്ട്രൈക്ക് നടത്തുന്നു, പ്രധാനമായും ഹിസ്ബുള്ള ടാർഗറ്റ്സ്. ലെബനോൻ ഒഫീഷ്യൽസ് പറയുന്നത് 250-ൽ കൂടുതൽ ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടതായാണ്. ഈ ആക്രമണങ്ങളിൽ സിവിലിയൻസ് ഉൾപ്പെടുന്നോ എന്നതാണ് വലിയ ആശങ്ക. ഇറാൻ ഈ സംഭവങ്ങളെ വളരെ സീരിയസ്ലിയായാണ് കാണുന്നത്. അവരിത് സീസ് ഫയർ വയലേഷനായി കാണുന്നു. അതേസമയം US-ഉം ഇസ്രായേലും അവരുടെ നിലപാട് മാറ്റാൻ തയ്യാറല്ല. ഇതോടെ ടെൻഷൻ വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ചോദ്യം എന്തെന്നാൽ പാകിസ്ഥാൻ മാത്രമല്ല ഇവിടെ കുറ്റവാളി എന്നതാണ്. കാരണം ചില പൊളിറ്റിക്കൽ അനലിസ്റ്റ്സ് പറയുന്നത് പാകിസ്ഥാൻ മീഡിയേറ്ററായി ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയെന്നാണ്. കാരണം ഒരു സീസ് ഫയർ ഡീൽ എന്നത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അതിലൊരു ചെറിയ കൺഫ്യൂഷൻ പോലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പാകിസ്ഥാൻ 2 വ്യത്യസ്ത വേർഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന ആരോപണം ശരിയാണെങ്കിൽ അത് ഡിപ്ലോമസിയിലെ വലിയ പിഴവായി കണക്കാക്കപ്പെടും. മീഡിയേറ്ററായ ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനമായത് ട്രസ്റ്റാണ്. അത് നഷ്ടപ്പെട്ടാൽ ഫ്യൂച്ചർ നെഗോസിയേഷൻസിന് വലിയ തിരിച്ചടിയാണ്. ഇതിപ്പോൾ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുന്നു. US-ഇറാൻ ടെൻഷൻ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ലെബനോൻ ഇപ്പോൾ നേരിട്ട് ബാറ്റിൽ ഫീൽഡായി മാറുകയാണ്. ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയതിൽ നിന്ന് വലിയൊരു മൾട്ടി കൺട്രി വാർ ആകാനുള്ള സാധ്യത കൂടി ഉയരുന്നു. അതിന്റെ ഇമ്പാക്റ്റ് ഓയിൽ പ്രൈസസ് മുതൽ ഗ്ലോബൽ ഇക്കോണമി വരെ പോകും. ഇപ്പോൾ അവസാന ചോദ്യം ഈ സീസ് ഫയർ സർവൈവ് ചെയ്യുമോ എന്നാണ്. ഹോണസ്റ്റായി പറയുമ്പോൾ സിറ്റുവേഷൻ വളരെ ഫ്രജൈലാണ്. മിസ്ട്രസ്റ്റ്, കൺഫ്യൂഷൻ, ഓൺഗോയിങ് അറ്റാക്സ് എല്ലാം കൂടി പീസ് പ്രോസസ്സിനെ ദുർബലമാക്കുന്നു. ഒരു കാര്യം ക്ലിയറാണ്, വാർ തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ പീസ് ഉണ്ടാക്കുന്നത് അതിനേക്കാൾ വളരെ ഡിഫിക്കൽട്ടാണ്. ഈ കോൺഫ്ലിക്റ്റ് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിലെ പ്രധാന സംഭവങ്ങൾ സിമ്പിളായി മനസ്സിലാക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.